നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി സിപിഎമ്മും സിപിഐയും തമ്മിൽ ആരംഭിച്ച പോര് ഇടതുമുന്നണിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന തലത്തിലേക്ക് വഷളാകുന്നു. സിപിഐയെ ഒഴിവാക്കി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സിപിഎം നിലപാടിൽ മാറ്റമില്ലാതെ തുടരുമ്പോൾ മുന്നണിയിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് സിപിഎം. മറ്റ് പദവികൾ നൽകി അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ സിപിഐ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് LDFിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം സിപിഐക്ക് നൽകി തർക്കം പരിഹരിക്കാൻ ചില സിപിഎം നേതാക്കൾ അണിയറ നീക്കം നടത്തിയിരുന്നു. LDF പ്രതിപക്ഷത്താകുമ്പോൾ സിപിഎം കൈവശം വയ്ക്കാറുള്ള ഈ പദവി നൽകിയാലും സിപിഐ വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെ ഈ ആലോചനയും വഴിമുട്ടി. ഉപനേതാവ് പദവിയിലല്ലാതെ മറ്റൊരു പദവിയിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി D രാജ തന്നെ പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം പിണറായി വിജയന്റെ ഏകപക്ഷീയമായ നിയന്ത്രണമാണെന്ന രൂക്ഷ വിമർശനമാണ് സിപിഐ ഘടകങ്ങളിൽ ഉയർന്നത്. മുന്നണിയും സർക്കാരും ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങിയതാണ് തിരിച്ചടിയായതെന്ന വിലയിരുത്തലിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലൂടെ സിപിഎമ്മിന്റെ ആധിപത്യത്തിന് തടയിടുകയാണ് സിപിഐ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് അംഗീകരിച്ചു നൽകിയാൽ പാർട്ടിയിൽ പിണറായി വിരുദ്ധ ചേരിക്ക് അത് വലിയ ഊർജമാകുമെന്ന ഭയത്തിലാണ് സിപിഎം നേതൃത്വം. മറുഭാഗത്ത് സിപിഎമ്മിലെ ഉൾപാർട്ടി തർക്കങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പദവിയിൽ നിന്നും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നും മാറണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. ഈ ഘട്ടത്തിൽ ഉപനേതാവ് പദവി സിപിഐക്ക് നൽകിയാൽ KN ബാലഗോപാലിന് ആ സ്ഥാനം നഷ്ടമാകും. സഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിടാൻ ബാലഗോപാൽ വേണമെന്ന നിലപാടിലാണ് സിപിഎമ്മിലെ ഒരു വിഭാഗം. തർക്കം രൂക്ഷമായതോടെ ഇരു പാർട്ടികളുടെയും മുഖപത്രങ്ങൾ പരസ്യമായ പ്രത്യയശാസ്ത്ര യുദ്ധവും ആരംഭിച്ചിട്ടുണ്ട്. അച്യുതമേനോൻ സർക്കാരിനെ ചിന്താവാരികയിലൂടെ സിപിഎം തള്ളിപ്പറഞ്ഞപ്പോൾ ചരിത്ര വസ്തുതകൾ നിരത്തി നവയുഗത്തിലൂടെ സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഖേരി ശക്തമായ മറുപടിയാണ് നൽകിയത്. ഭൂപരിഷ്കരണവും ലക്ഷം വീട് പദ്ധതിയും നടപ്പിലാക്കിയ അച്യുതമേനോൻ സർക്കാരാണോ അതോ ഇടതുഭരണത്തിൽ മാവോവാദികളെ വെടിവെച്ചു കൊന്നതാണോ യഥാർത്ഥ ഇടതുപക്ഷമെന്ന ചോദ്യം സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ നയങ്ങൾ എന്താണെന്ന് സിപിഎമ്മിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് സിപിഐയുടെ പ്രതികരണങ്ങൾ. മുൻകാലങ്ങളിൽ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചതിൽ ആത്മവിമർശനം നടത്താൻ സിപിഐ തയ്യാറായതുപോലെ സ്വന്തം തെറ്റുകൾ തിരുത്താൻ സിപിഎം തയ്യാറാകുന്നില്ലെന്ന വിമർശനം ഉയരുന്നുണ്ട്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സിപിഐയെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പാർട്ടി കേന്ദ്ര എക്സിക്യൂട്ടീവ് യോഗത്തിലും കേരളത്തിലെ വിഷയം സജീവമായി ഉയർന്നു വരുമെന്നാണ് സൂചന. ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങൾ മുന്നണിയിലെ തിരുത്തൽ ശക്തിയായി തുടരുമെന്ന് D രാജ വ്യക്തമാക്കിയത് സിപിഎമ്മിനുള്ള ശക്തമായ താക്കീതാണ്. ഞങ്ങളുടെ ന്യായമായ ആവശ്യം അംഗീകരിക്കപ്പെടാതെ പിന്നോട്ടില്ലെന്ന സിപിഐ നിലപാട് സിപിഎമ്മിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. സിപിഐ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും വഴങ്ങാതിരിക്കുകയും ചെയ്താൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശിഥിലീകരണത്തിലേക്ക് നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.